ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മൾക്കിനി വേറൊരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണാനുള്ള വേറൊരു പ്രോബ്ലം നോക്കാം. മിസ്റ്റർ വിനു കെയിം ടു ഇന്ത്യ ഫസ്റ്റ് ടൈം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 2019-20. അതായത് പ്രീവിയസ് ഇയറിൽ അദ്ദേഹം ഫസ്റ്റ് ടൈം ഇന്ത്യയിലേക്ക് വന്നതാണ്. ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഹി സ്റ്റേഡ് ഇൻ ഇന്ത്യ 3 കണ്ടീഷൻസ്. 48 days ഒരു സിറ്റുവേഷൻ, 184 days വേറൊരു സിറ്റുവേഷൻ, 160 days. ഐഡൻറ്റിഫൈ ഓർ സ്പെസിഫൈ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2020-21 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ നോക്കി നോക്കൂ. ഹി സ്റ്റേഡ് ഇൻ ഇന്ത്യ ഓൺലി 48 days. ഒന്നും നോക്കാനില്ല, നമ്മൾക്കറിയാം ഇദ്ദേഹം ഫസ്റ്റോ സെക്കൻഡോ ആയിട്ടുള്ള ബേസിക് കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം, കണ്ടോ, ഫസ്റ്റ് ബേസിക് കണ്ടീഷനോ സെക്കൻഡ് ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ഹീ ഈസ് എ നോൺ റെസിഡൻറ്റ് അല്ലേ. നമ്മൾ എങ്ങനെ എഴുതാം? സിൻസ്, അങ്ങനെയാണ് എഴുതേണ്ട സ്റ്റൈൽ കേട്ടോ. സിൻസ് മിസ്റ്റർ വിനു stayed in India only 48 days during the previous year. ഞാൻ ഷോർട്ടാക്കിയിട്ടാണ് ഇയർ, previous year 2019-20. he does not satisfy any of the basic conditions. Section 6.1 to section 6.1 എഴുതണേ. ഓക്കെ, സോ he is a നോൺ റെസിഡൻറ്റ്. കുറച്ച് സ്പീഡിലാണ് പറയണത് കേട്ടോ. സിൻസ് മിസ്റ്റർ വിനു സ്റ്റേഡ് ഇൻ ഇന്ത്യ ഓൺലി 48 days ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 2019-20, ഹി ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി ഓഫ് ദ ബേസിക് കണ്ടീഷൻ. ഒരു ബേസിക് കണ്ടീഷൻ പോലും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. സോ ഹി ഈസ് എ നോൺ റെസിഡൻറ്റ്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കട്ടെ. സെയിം ആൾ തന്നെയാണ്. ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിലാണ് ഫസ്റ്റ് ടൈം വന്നത്. 184 days അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളൂ, ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. 184 days. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ 182 days ഇൻ ദ പ്രീവിയസ് ഇയർ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ എന്തായാലും അയാൾ റെസിഡൻ്റ് ആണ്. അത് ഓർഡിനറിലി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടത് 182 days ഓർ മോർ അദ്ദേഹം പ്രീവിയസ് ഇയറിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം എന്താണ്, ഒരു റെസിഡൻ്റ് ആണ് എന്ന് നമുക്കറിയാം. ബട്ട് ഇനി നമുക്ക് അഡീഷണൽ കണ്ടീഷൻ്റെ കേസ് നോക്കാം. അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള 7 വർഷവും അതേപോലെ തന്നെ 10 വർഷവുമാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള 1 വർഷവും ഇല്ല. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ബേസിക് കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇയാൾ ആരാണ്, ഒരു റെസിഡൻ്റ് ആണ്. ഏത് റെസിഡൻ്റ് ആണ്? ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇതേപോലെ തന്നെ സിൻസ് മിസ്റ്റർ വിനു റിസൈഡ് ഇൻ ഇന്ത്യ ഇൻ ഇന്ത്യ ഫോർ, അതുപോലെ ഇങ്ങനെ എഴുതാം. അതെനിക്ക് സിൻസ് മിസ്റ്റർ വിനു reside in India for 184 days during the previous year.
he is he is a resident but not an ordinarily resident because he does not satisfy both the additional conditions. അപ്പം ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ നോട്ട് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റിൻ്റെ അടിയിലൊന്ന് വരച്ചാൽ മതി. അപ്പോൾ സംഭവം മനസ്സിലായി. ഇദ്ദേഹം ഒരു നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ബിക്കോസ് അദ്ദേഹം ഇന്ത്യയിൽ 184 ഡേയ്സ് ഉണ്ടായി. ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, ബട്ട് 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം ആരാണ്? നോട്ട് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. 160 ഡേയ്സ് 160 ഡേയ്സ് ആണ് ആകെ ഇദ്ദേഹം ഇതിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ 160 ഡേയ്സ് അദ്ദേഹം ഇന്ത്യയിലുണ്ടായി. 160 ഡേയ്സ് ഇന്ത്യയിലുണ്ടായി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ അഡീഷണൽ കണ്ടീഷനിൽ ഒരു 60 ഡേയ്സ് ഉണ്ടല്ലോ, കണ്ടോ? ഈ ബേസിക് അറ്റ്ലീസ്റ്റ് 365 ഔട്ട് ഓഫ് 4 + 60 ബൈ. അപ്പോൾ ഈ ഒരു 60 ഉണ്ടായത് കൊണ്ട് പ്രീവിയസ് ഇയറിൽ 60 ഉണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ നോക്കും. പക്ഷേ 60 ഉണ്ടായിട്ടുള്ളൂ. 60ൻ്റെ മുകളിലുണ്ടായി, ബട്ട് കാര്യമില്ല. പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള 4 വർഷം അദ്ദേഹം എവിടെ ഉണ്ടായിരിക്കണം? ഇന്ത്യയിൽ ഉണ്ടാവണം. അതും ഇല്ല. അപ്പോൾ ഇദ്ദേഹം ആരല്ല? വീണ്ടും ആരല്ല? നോട്ട് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ഓർഡിനറി റെസിഡൻറ്റും അല്ല, അയാൾ ഒരു നോൺ റെസിഡൻ്റ് ആണ്. ഓക്കെ, നോൺ റെസിഡൻ്റ് ആണ്. കാരണം എന്താ? 60 ഡേയ്സ് 160 ഡേയ്സ് ഉണ്ടെങ്കിലും, ഇപ്പോൾ 182 ഡേയ്സിൻ്റെ കേസ് പറഞ്ഞു, അതേപോലെ തന്നെ 160 ഡേയ്സ് ഉണ്ടെങ്കിലും, ബട്ട് എന്താണ് അത്? രണ്ടാമത്തെ കണ്ടീഷനോട് ചെറിയൊരു ചായ്വ് കണ്ടിട്ട് നമ്മൾ കൺഫ്യൂസ് ചെയ്യും. അതുണ്ടാവരുത്. കാരണം ആ കണ്ടീഷനിലും എന്ത് പറഞ്ഞിട്ടുണ്ട്? 365 ഡേയ്സ് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നുള്ള 4 പ്രീവിയസ് ഇയറിൽ 4 ഇയറിൽ വേണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും ഇല്ല. അതുകൊണ്ട് ഇനി ഞാൻ വീണ്ടും എഴുതുന്നില്ല. ഇദ്ദേഹം ആരാണ്? ഒരു നോൺ റെസിഡൻ്റ് ആണ്. ഓക്കെ, ബാക്കി എഴുതേണ്ട രീതിയൊക്കെ നിങ്ങൾക്കറിയാലോ. ഹി ഡസ് നോട്ട് സാറ്റിസ്ഫൈ ബോത്ത് ദ അഡീഷണൽ കണ്ടീഷൻസ് ആൻഡ് ബേസിക് കണ്ടീഷൻ. 2 ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീസ് എ നോൺ റെസിഡൻ്റ് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, വേഗം നോക്കുക. ഇതൊക്കെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, വീഡിയോൻ്റെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ക്രിസ്റ്റ്, എ US nation comes in India for the first time during 2015-16. 2015-16 അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നു. US നേഷനാണ്. ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ 2015-16, 2016-17, 2017-18, 2018-19 ആൻഡ് 2019-20. കണ്ടോ? 2015 ഇന്ത്യയിൽ, ആ പ്രീവിയസ് ഇയറിൽ, ആ ഒരു ഇയറിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നെങ്കിലും തുടർച്ചയായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അതിനുശേഷം തുടർച്ചയായിട്ട് 2015, 16, 16, 17, 18, 19 അങ്ങനെ പ്രീവിയസ് ഇയർ വരെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിലേക്ക് തുടർച്ചയായിട്ട് വരുന്നുണ്ട്. എങ്ങനെയൊക്കെയാന്ന് പറയുന്നതെന്നറിയോ? ഹി വാസ് ഇൻ ഇന്ത്യ ഫോർ 55 ഡേയ്സ്. അതായത് 2015-16 55 ഡേയ്സ്, 16-17 60 ഡേയ്സ്, 17-18 80 ഡേയ്സ്, 18-19 160 ഡേയ്സ് ആൻഡ് പിന്നെ 19-20 നമ്മുടെ പ്രീവിയസ് ഇയറിൽ എത്ര ഉണ്ട്? 70 ഡേയ്സ് അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ട് റെസ്പെക്റ്റീവ്ലി. അത് നമ്മളിങ്ങനെ പറഞ്ഞതാണ്. ഡിറ്റർമിൻ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2020-21.
അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് നോക്കുക? അദ്ദേഹം തുടർച്ചയായിട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. എത്ര വർഷം? 1, 2, 3, 4, 5 വർഷം തുടർച്ചയായി വന്നിട്ടുണ്ട് ഇന്ത്യയിൽ. ഓക്കെ, തുടർച്ചയായി വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മൊത്തത്തിൽ എത്ര ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് നോക്കുക. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏതാണ്? നമ്മുടെ പ്രീവിയസ് ഇയർ എത്ര ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ എത്രയാണ്? 2019-20 എത്ര ദിവസം ഉണ്ടായിട്ടുണ്ട് നോക്കുക. 1920 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ആണ്. 1920 അദ്ദേഹം എത്ര ദിവസം ഉണ്ടായി? 70 ഡേയ്സ് ഉണ്ടായി. 70 ഡേയ്സ്. ഓക്കെ, 70 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ബേസിക് കണ്ടീഷനിൽ ഒരു കാര്യം ഉറപ്പായി. സെക്കൻഡ് ബേസിക് കണ്ടീഷനിലെ ഒരു പോർഷൻ അല്ലേ? സെക്കൻഡ് ബേസിക് കണ്ടീഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? സെക്കൻഡ് ബേസിക് കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ളത് 60 ഡേയ്സ് പ്രീവിയസ് ഇയറിലും മൊത്തത്തിൽ 365 ഡേയ്സ് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള 4 ഇയേഴ്സിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അയാൾ മൊത്തത്തിൽ 5 ഇയേഴ്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം നോക്കി നോക്കൂ, ആ മൊത്തത്തിൽ ഇനി ബാക്കി ഇന്ത്യയിൽ എത്ര ഉണ്ടായിട്ടുണ്ട്? പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള 4 പ്രീവിയസ് ഇയറിൽ എത്ര ഉണ്ടായിട്ടുണ്ട്? പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള 4 ഇയേഴ്സ് ഏതൊക്കെയാണെന്ന് വേഗം നോക്കാം. 2018, 19, 17, 18, അതേപോലെ തന്നെ 16, 17, 15, 16. ഓക്കെ, എത്ര ദിവസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? ഒരു മിനിറ്റ്. ഓക്കെ, 160, ദെൻ 80 ഇയർ വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത്. ഞാൻ റിവേഴ്സ് ഓർഡറിൽ എഴുതുന്നത്, നിങ്ങൾക്ക് തെറ്റിക്കണ്ട. 60 ആൻഡ് 55 മൊത്തത്തിൽ നോക്കൂട്ട. ഇത് കൂട്ടരുത്. ഇതാ മൊത്തത്തിൽ എത്ര ദിവസം ഉണ്ട്? കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 355 ദിവസമേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലായല്ലോ. അദ്ദേഹം പ്രീവിയസ് ഇയറിൻ്റെ രണ്ടാമത്തെ ഫസ്റ്റ് 182 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഇല്ല. അതുകൊണ്ട് അദ്ദേഹം എന്തല്ല, ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എന്തായിരുന്നു? ഹി ഷുഡ് ബി ഇൻ ഇന്ത്യ ഫോർ 60 ഡേയ്സ് ഇൻ ദ പ്രീവിയസ് ഇയർ ആൻഡ് ഫോർ at least 365 days for the preceding the previous year അല്ലേ? പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള 4 വർഷത്തിൽ 365 ഡേയ്സ് അദ്ദേഹം എന്തുണ്ടായിരിക്കണം? ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 355 ഡേയ്സേ ഉള്ളൂ. അതുകൊണ്ട് രണ്ടാമത്തെ ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വേഗം ഒന്നും നോക്കാതെ എഴുതാം. ഹി ഈസ് എ നോൺ റെസിഡൻറ്റ്. ചെരിഞ്ഞുകൊണ്ട് നോൺ റെസിഡൻറ്റ് ബിക്കോസ് അല്ലെങ്കിൽ because he does not satisfy any one of അല്ലെങ്കിൽ both the basic condition. Both the basic conditions. ഓക്കെ, അപ്പോൾ ഈ 4 കേസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 48 ഡേയ്സിൻ്റെ കേസ് പറഞ്ഞു. അദ്ദേഹം ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. നമ്മൾ 60ൻ്റെ മുകളിലുണ്ടെങ്കിലേ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ 48 ഡേയ്സ് ആണ്. അപ്പോൾ അത് ഒന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇയാൾ ആരാണ്? നോൺ റെസിഡൻ്റ് ആണ്. ഇത് എഴുതിയിട്ടുണ്ട്. പിന്നെ 184 ഡേയ്സ് ആണ്. നമുക്ക് ഉറപ്പാണ് ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്? 182 ഡേയ്സിൻ്റെ മുകളിലാണ്. ഓക്കെ, നമ്മൾ ടാർഗറ്റ് വെക്കേണ്ടത് 60 ആണോ 182 ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 184 ഡേയ്സിൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടത്, അപ്പോൾ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനായി ഇനി അഡീഷണൽ കണ്ടീഷൻ ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ? ഒന്നാമത്തെ സിറ്റുവേഷനിൽ വിനു ഫസ്റ്റ് ടൈം ആണ് ഇന്ത്യയിൽ വന്നത് പ്രീവിയസ് ഇയറിൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നേ ഉള്ള ബാക്കി 2 അഡീഷണൽ കണ്ടീഷനും ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യില്ല.
അപ്പോൾ അദ്ദേഹം എന്ത് മാത്രമാണ്, ഒരു റെസിഡൻ്റ് ആണ്. ബട്ട് ഏത് റെസിഡൻ്റ് ആണ്? നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. അടുത്തത് 160 days ആണ്. 160 days ആകുമ്പോൾ 60 വെച്ചിട്ട് നമുക്ക് നോക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 60 ഇല്ല. 60 ഉണ്ടെങ്കിലും 60ൻ്റെ കൂടെ തന്നെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. 365 days, അറ്റ്ലീസ്റ്റ് 365 days in 4 years preceding previous year എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിസീഡിങ് പ്രീവിയസ് ഇയറിൽ അയാൾ ഇന്ത്യ കണ്ടിട്ട് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം ഇയാൾ ആരാണ്, ഒരു ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് ഇയാൾ ആരാണ്, നോൺ റെസിഡൻ്റ് ആണെന്ന് പറയാം. അടുത്ത ക്രിസ്റ്റിൻ്റെ കേസിൽ ക്രിസ്റ്റി എല്ലാ വർഷവും കൃത്യമായി ഇന്ത്യയിൽ വരുന്നുണ്ട്. 2015 മുതൽ. 2015 വന്നത് 55 days, 2016 വന്നത് 60 days, 17 80, 18 160, 19 നമ്മുടെ പ്രീവിയസ് ഇയറിൽ 70. അപ്പോൾ പ്രീവിയസ് ഇയറിൽ 70 വന്ന കാരണം നമ്മൾ എന്ത് നോക്കണം, രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ വല്ലതും നടക്കുമെന്ന് നോക്കണം. അപ്പോൾ പ്രീവിയസ് ഇയറിൽ 70 days ആണ്. രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ എന്താണ്? രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ കേട്ടോ, നോട്ട് അഡീഷണൽ കണ്ടീഷൻ. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എന്താണ്? അറ്റ്ലീസ്റ്റ് 365 in 4 previous year preceding the previous year അല്ലേ. 4 പ്രീവിയസ് ഇയറും കൂടി കൂട്ടിയപ്പോൾ പ്രിസീഡിങ് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള 4 പ്രീവിയസ് ഇയർ കൂട്ടിയപ്പോൾ 355 ഉള്ളൂ. അതുകൊണ്ട് ഒരു ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അയാൾ ഒരു നോൺ റെസിഡൻ്റ് ആണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രോബ്ലംസ് എഴുതിയെടുക്കണം, ചെയ്യുക. ഓക്കെ, താങ്ക് യു.